ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറസ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയുടെ ബ്ലാസ്റ്റേഴ്സിൽ ലൂനൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് ആരായിരിക്കും എത്താൻ പോകുന്നത്, അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ലൂനൻ്റെ ആ ഒരു പ്രകടനം കാണിക്കാൻ പറ്റുന്ന ഒരു താരമായിരിക്കണം. എന്നാൽ മാത്രമാണ് ആരാധകർക്ക് അത്രയും സന്തോഷം സമാധാനം ഉണ്ടായിരിക്കുകയുള്ളൂ. കാരണം ലൂനൻ്റെ പ്രകടനം അത്രയ്ക്കും വലുതായിരുന്നു ടീമിൽ ഓരോ ജയത്തിലും, അല്ലേ? അതുകൊണ്ട് തന്നെ പുതിയ റൂമർ വന്നിട്ടുള്ളത് ജോൺ ടോറൽ എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ കുറിച്ചാണ്. അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് OFI ക്രിറ്റ FC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ്. അദ്ദേഹം ആർസണൽ അണ്ടർ 21 കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൾ സിറ്റിയിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിമിംഗം സിറ്റിയിലൊക്കെ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ലാലിഗയിലും കളിച്ചിട്ടുണ്ട്. ഒരു സ്പാനിഷ് പ്ലെയറാണ്. 26 വയസ്സുകാരനായിട്ടുള്ള ഒരു സ്പാനിഷ് പ്ലെയറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാറ്റ്സ് ആണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് 240 മത്സരങ്ങളിൽ നിന്ന് 68 ഗോൾ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അഡ്രിയൻ ലൂനൻ്റെ അതേ പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് പറയുകയാണെങ്കിൽ 15 മത്സരങ്ങളിൽ നിന്ന് 2 അസിസ്റ്റും 2 ഗോളുമാണ് അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സിലുള്ളത്. ലൂനൻ്റെ അതേ പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 6 കോടി സംതിങ് ആണ്. ലൂനൻ്റെ അതേ പൊസിഷനിൽ കളിക്കുന്നത് കൊണ്ട് ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന് പറയാം. ഇത് ഇപ്പോഴും ഒരു റൂമർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും കൺഫേം കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ വീണ്ടും വരും. ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മാൻ.